അതായത് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ഓഫീസിൽ നിന്നുള്ള ഒരു വിളി. അതെ, മമ്മൂട്ടിയുടെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ട് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ ചെയ്തോളാം പറയും. പക്ഷെ പുള്ളിക്ക് കോൺഫിഡൻസ് ഇല്ല. അത് പുതിയതായിട്ട് ഞാൻ ചെന്നതും കൂടിയാണല്ലോ. ഒരു ബറ്റാലിയൻ പോലീസ് നേരെ എൻ്റെ മുന്നിലേക്കാണ് വരുന്നത്. ഏകദേശം നിരപ്പാക്കി തരും. പത്രക്കാരോട് അന്ന് അത്ര ഇഷ്ടമായിരുന്നു പോലീസിന്. അന്ന് ഞാനൊരു ഓട്ടം ഓടിയിട്ടുണ്ട്. ആ ഓട്ടം ഞാൻ ഓടുകയാണെങ്കിൽ ഒളിമ്പിക്സിൽ ഫസ്റ്റ് ആയതിനെ ഞാൻ. സംഗതി അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒട്ടകങ്ങളുണ്ട് ക്രോസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് ഒരൊറ്റടിയാണ് ഈ കാറിൻ്റെ ഒട്ടകവിടെ വീണത് കഴിഞ്ഞു. അവിടെ ആണെങ്കിൽ ഒട്ടകത്തടിച്ച ഭയങ്കര കേസുമാണ് ഇതായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു ചാണക്കുഴിയായിരുന്നു. ആ ചാണക്കുഴിയിലേക്കാണ് ഓടി വന്നൊരു മുഴുവൻ വീണത്. അതായത് എടുത്ത് ഞാൻ നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേന് ഏകദേശം എൻ്റെ അരയ്ക്ക് മേലേക്കിലേക്ക് വെള്ളം വന്നു. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത് അവിടെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ആൾക്കാരെ മാറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നത്. ആ ഭാഗത്ത് ആകെ ഉണ്ടായിരുന്നു ഞാൻ മാത്രമാണ്. നമസ്കാരം. ഞാനൊരു ഫോട്ടോ ജേർണലിസ്റ്റാണ്. എൻ്റെ പേര് കെ നജീബ്. ഇന്ത്യയിലെ ഒരു ദേശീയ പത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫറായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ ഒരു പത്രപ്രവർത്തകനായിരുന്നു. ചന്ദ്രിയ പത്രത്തിൻ്റെ ബ്യൂറോ ചീഫായിരുന്നു. പിന്നെ കുടുംബം, ഭാര്യ ബഷീറ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ ESIയുടെ ഹെഡായിട്ട് ജോലി ചെയ്യുന്നു. മകള് അലീഷ അഡ്വക്കേറ്റായിരുന്നു. ഇപ്പോൾ അവൾ മറ്റേ ഒരു ലോ കോളേജിൽ അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ എൻ്റെ ഫോട്ടോഗ്രാഫി ജീവിതം തുടങ്ങുന്നത് ഒരു 70 കാലഘട്ടത്തിലാണ്. അന്ന് നമ്മുടെ ഈ ഭാഗത്ത് ഇവിടെ ഒരു സ്വന്തമായിട്ട് ക്യാമറ ഒന്നും ആർക്കും ഇല്ലാത്തൊരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ക്ലിക്ക് 3 എന്ന് പറഞ്ഞൊരു ക്യാമറ ഉണ്ടായിരുന്നു. അക്വയുടെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതാണ് എനിക്ക് ആദ്യം കിട്ടുന്ന ഒരു ക്യാമറ. അത് കുറച്ച് ഗുസ്തിയൊക്കെ കാണിച്ചതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് വാങ്ങിച്ചു തന്നത് തന്നെ. അതിൽ നിന്നാണ് ഫോട്ടോഗ്രാഫി എന്താണെന്നുള്ളത് പഠിക്കുന്നത്. എനിക്കങ്ങനെ ഒരു ഫോട്ടോഗ്രാഫി ഗുരുക്കളൊന്നുമില്ല. ഞാൻ പുസ്തകങ്ങൾ വായിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഈ ഫോട്ടോഗ്രാഫി ആയിട്ട് ഇതാവുന്നത്. പിന്നെ പത്രങ്ങളിൽ കണ്ടുന്ന ചിത്രങ്ങൾ കണ്ടിട്ടാണ് എനിക്ക് പ്രസ് ഫോട്ടോഗ്രാഫർ ആവണം എന്നുള്ള ഒരു ഇതിലേക്ക് ഞാൻ എത്തുന്നത്. അന്ന് അതേസമയം തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ പഠിച്ച് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ജോലിക്കാരനായി മാറണം എന്നുള്ള ലൈനിലാണ് കുടുംബത്തിനുണ്ടായിരുന്നത്. പക്ഷേ നമുക്കതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. നമുക്ക് ഈ ഫോട്ടോഗ്രാഫി ആയിരുന്നു. അങ്ങനെ SLC കഴിഞ്ഞതിന് ശേഷമാണ് കുറേശ്ശെ ആയിട്ട് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത് തന്നെ. പിന്നെ മനസ്സിലായി കാരണം വെച്ചാൽ അങ്ങനെ പിടിച്ചാൽ കിട്ടില്ല, അവൻ ആ വഴി തന്നെ പോകുള്ളത് മനസ്സിലായതോടുകൂടി പിന്നെ എല്ലാവരും പിന്നെ അതിനെ ഇതാക്കാനും തുടങ്ങി. കാരണം പിന്നെ അച്ഛനും പത്രപ്രവർത്തകനായിരുന്നതുകൊണ്ട് ഈ ഒരു ഫീൽഡ് പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ട് പിന്നെ പുള്ളിക്ക് വലിയ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇത് ഫോട്ടോഗ്രാഫി എനിക്ക് അറിയാവുന്നുണ്ടെങ്കിലും പിന്നെ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് അറിയില്ലായിരുന്നു. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു കാര്യങ്ങളൊക്കെ. ഈ 120 ഫിലിം 35 ഒന്നും വല്ലാണ്ട് പ്രചാരത്തിന് വന്നിട്ടില്ല ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എക്സ്പ്രസ് പത്രം എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങി. അത് നിന്നുപോയി ആ പത്രം. ആ പത്രത്തിലെ ഒരു ഫോട്ടോഗ്രാഫറുണ്ട്. അപ്പോൾ അയാൾ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടും കൂടെ ആയിരുന്നു, ഒരു ദാസ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി മരിച്ചു. നല്ല ഫോട്ടോഗ്രാഫറായിരുന്നു. അപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഇത് പ്രാക്ടിക്കലായിട്ട് നടക്കാനുള്ള ഒരു സംവിധാനം എന്തെങ്കിലും ഉണ്ടാക്കി തരണം എന്ന്. അപ്പോൾ ഒന്നും തൃശ്ശൂരൊന്നും വലിയ ചെറിയ കടമൊന്നുമില്ല, വലിയ സ്റ്റുഡിയോകളും കാര്യങ്ങളുള്ള അവരൊന്നും നമ്മളെ അങ്ങോട്ട് ഇതാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ പുള്ളിയാണ് എന്നെ കൊണ്ടുപോയിട്ട് മറ്റേ ഒല്ലൂർ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ആ സ്റ്റുഡിയോയിൽ കൊണ്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവന്നാക്കുന്നു. അങ്ങനെ അവിടെ നിന്നാണ് ഒരു 1-2 വർഷം അവിടെ നിന്നിട്ടാണ് ഞാൻ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡുകൾ, അതായത് ഫിലിം ഡെവലപ്പ് ചെയ്യൽ, മറ്റേ അന്നൊക്കെ കെമിക്കൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക ചെയ്യാം. അതിൽ മിക്സ് ചെയ്തതിൽ മറ്റേ ഡാർക്ക് റൂം വർക്കുകൾ, പിന്നെ പ്രിൻ്റ് അടിക്കൽ, റീടച്ച് ചെയ്യൽ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞു. അത് 80-81 കാലഘട്ടത്തിലാണ് സാധനം. പിന്നെ കുറേ നാൾ ഇങ്ങനെ നടന്ന് ഇതൊക്കെ കഴിഞ്ഞ് 83-ലാണ് ഞാൻ പതുക്കെ കുറേശ്ശെ ആയിട്ട് ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു ബ്രദറിലുണ്ട്, പുള്ളി 120 യാഷികയുടെ ഒരു ക്യാമറ കൊണ്ടു തന്നു എനിക്ക്. അന്നൊക്കെ സ്വന്തമായിട്ട് ക്യാമറ വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ചിന്തിക്കാൻ പോലും വയ്യ. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. ഇന്ത്യയിൽ ക്യാമറ ഉണ്ടാക്കുന്നില്ല, വിദേശത്ത് നിന്ന് വരണം ഈ സാധനം. അങ്ങനെ ആ 120 ക്യാമറയാണ് പിന്നെ എൻ്റെ ഒരു 1983 മുതൽ 86 വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 86-ലാണ് ഞാനൊരു മറ്റേ ഇതിൻ്റെ ക്യാമറ വാങ്ങിയത്. ഇലക്ട്രോ 35 എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമറയാണ് പിന്നെ വരുന്നത്, 35mm. അപ്പോൾ കളറ് അപ്പോൾ കുറേശ്ശെ കളറിലേക്ക് ഇത് മാറിയിരുന്നു. അപ്പോൾ അതാണ് പിന്നീട് ഉണ്ടായിരുന്ന കുറേ കാലം.
അത് കഴിഞ്ഞ് 86-ലാണ് പ്രസ് ഫീൽഡായിട്ട് കൂടുതലടുത്ത് പ്രസ്സിൽ പത്രങ്ങൾക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ ജീവിതത്തിലെ യാത്രകൾ തുടങ്ങുന്നത് പ്രസ് ഫോട്ടോഗ്രാഫി ആയിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം തന്നെയാണ് യാത്രകൾ കൂടുതൽ തുടങ്ങുന്നത്. ആ യാത്രകളിൽ ഉണ്ടാവുന്ന കുറേ സംഭവങ്ങളും കാര്യങ്ങളും അത് പറയാനുള്ള ഒരു വേദിയായിട്ട് ട്രാവലിസ്റ്റയിലെ സ്വപ്നസഞ്ചാരി എന്ന സെഗ്മെൻറ്റിൽ എന്നെ ക്ഷണിച്ച സാൻഡപ്പൻ, പിന്നെ അഖില്, ഇവരോടുള്ള ആ ഒരു സ്നേഹം അത് ആദ്യമേ പറയട്ടെ. അതായത് എൻ്റെ ഫോട്ടോഗ്രാഫി യാത്രകൾ എങ്ങനെയാണ് തുടങ്ങിയതെന്നുള്ളത് ഞാൻ പറയാം. ഇടക്കാലത്ത് പൂട്ടിപ്പോയ ദീപിക പത്രം തൃശ്ശൂരിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അവിടെ മറ്റേ എറണാകുളത്തു നിന്നുള്ള ദീപികയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ സ്റ്റാഫായിട്ട് അവിടെ വന്നു. അദ്ദേഹം നല്ലൊരു കക്ഷിയായിരുന്നു. അപ്പോൾ ആ പുള്ളിയായിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു ഇതിങ്ങനെ താല്പര്യമുണ്ട്, അപ്പോൾ അങ്ങനെ ഇതാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, വാടാ എൻ്റെ കൂടെ വാ, ഞാൻ നിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ കൂടെ കൂടുകയാണ്. അപ്പോൾ പുള്ളിയാണ് സത്യം പറഞ്ഞാൽ എന്നെ ഫീൽഡിൽ കുറേ കൊണ്ടുപോകുന്നത്, കൊണ്ടുപോയിട്ട് പഠിപ്പിക്കുന്നതൊക്കെ അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പുതിയ ഒരു ബ്യൂറോ ചീഫായിട്ട് NP ചെക്കുട്ടി എന്ന് പറയുന്ന ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ, ഇപ്പോഴും ഉണ്ട് പുള്ളി NP ചെക്കുട്ടി, അദ്ദേഹം തൃശ്ശൂരിൽ വരികയാണ്. അതേസമയം തന്നെയാണ് കേരളകൗമുദിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് റിട്ടയർഡായ സാഹിത്യകാരനും കളക്ടറുമായിരുന്ന VK മോഹൻകുമാർ എന്ന് പറഞ്ഞ കക്ഷി കേരളകൗമുദിയുടെ റിപ്പോർട്ടായിട്ട് വരുന്നത്. ഈ രണ്ടു പേരാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എന്നെ ബിൽഡ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നിട്ടുള്ള കക്ഷികൾ. കാരണം അവരാണ് എന്നെ കൊണ്ടുപോവുക പലപ്പോഴും പല സ്ഥലങ്ങളിലും അവർക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അവരുടെ കൂടെ പോയി. അപ്പോൾ അവർ പറയും, ഇത് അങ്ങനെ പോകണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് കുറേ ഫ്രെയിമുകൾ നമ്മൾക്കറിയാം അതിൻ്റെ കാര്യങ്ങളും. അപ്പോൾ അതിൽ ആ ഫ്രെയിമിൽ വരേണ്ട ഒരു ഫോട്ടോഗ്രാഫിയിൽ വരേണ്ട കാര്യങ്ങൾ അതൊക്കെ അവരാണ് എനിക്ക് പറഞ്ഞു തന്നിരുന്നത്. അങ്ങനെ പിന്നീട് അത് അങ്ങനെയായി. മറ്റേ ഫുൾ ടൈം ഒരു പ്രസ് ഫീൽഡിൽ തന്നെ ഉറച്ചു നിൽക്കലും പിന്നെ പിന്നീട് നമ്മുടെ ജീവിതം ഒരു സംഭവബഹുലമായിട്ടുള്ള ഒരു ഇതിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. പലതരത്തിലുള്ള എന്താ പറയുക, ലാത്തി ചാർജ്, പിന്നെ സിനിമ, നാടകം, രാഷ്ട്രീയം തുടങ്ങി എല്ലാത്തിലേക്കും നമ്മുടെ ഇതങ്ങോട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു തിരക്ക് പിടിച്ച ഒരു ജീവിതങ്ങളായിരുന്നു. അതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന ചില കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു ഇയർ എനിക്കത്രയാണ് ഓർമ്മ വരുന്നില്ല. കളക്ട്രേറ്റിൽ DYFIയുടെ ഒരു വലിയൊരു മാർച്ച് വരികയാണ്. ആ മാർച്ച് വന്ന് അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ പടം എടുക്കാനും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ റെഡി ആയി തന്നെ നിൽക്കണമെന്ന്. പെട്ടെന്ന് മാർച്ച് വരുന്നു, വയലൻ്റ് ആവുന്നു, ഒരു പോലീസ് ജീപ്പ് മറിച്ചിടുന്നു, കത്തിക്കുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ അടിയോടടിയാണ്. ഭയങ്കര ലാത്തി ചാർജ്. അതിനിടയിൽ ഈ ജീപ്പിൽ നിന്ന് കത്തുന്നുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അന്നത്തെ ചെറുപ്പത്തിൻ്റെ ഒരു ആവേശം കൊണ്ട് മതിലിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ താഴത്തേക്ക് വന്നു. താഴത്ത് വന്ന് ഞാൻ പടം എടുക്കുമ്പോൾ പിന്നെ ഞാൻ നോക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബറ്റാലിയൻ പോലീസ് നേരെ എൻ്റെ മുന്നിലേക്കാണ് വരുന്നത്. അപ്പോൾ അന്ന് ഇന്നത്തെ പോലെയൊന്നുമല്ല, പോലീസ് കയ്യിൽ കിട്ടിയാൽ ഏകദേശം നിരപ്പാക്കി തരും. പത്രക്കാരോട് അന്ന് അത്ര ഇഷ്ടമായിരുന്നു പോലീസിന്. അന്ന് ഞാനൊരു ഓട്ടം ഓടിയിട്ടുണ്ട്. ആ ഓട്ടം ഞാൻ ഓടുകയാണെങ്കിൽ ഒളിമ്പിക്സിൽ ഫസ്റ്റ് ആയതിനെ ഞാൻ. അതേപോലത്തെ ഒരു ഓട്ടം ഓടി. ആ മതിൽ അന്ന് ഇപ്പം നിൽക്കുന്ന ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, അതിൻ്റെ മുമ്പിലൊക്കെ ചെറിയ ചെറിയ വീടുകളും സാധനങ്ങളൊക്കെ ആയിരുന്നു. അതിന് മുന്നിലുണ്ടായിരുന്ന മതിലൊക്കെ ഞാൻ ചാടിയ ചാട്ടം ഇപ്പോഴും ആലോചിക്കുമ്പോൾ രസമാണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ നിന്ന് നോക്കുമ്പോഴുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തെ ഒരു മതിലിനുള്ളിൽ നിന്ന് ഞാൻ എത്തിച്ച് നോക്കുമ്പോൾ ആൾക്കാർ കരച്ചിലും ഇതൊക്കെ കാണുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു ചാണക്കുഴിയായിരുന്നു. ആ ചാണക്കുഴിയിലേക്കാണ് ഓടി വന്നൊരു മുഴുവൻ വീണത്. അപ്പോൾ അവിടെ നിന്നിട്ട് ഒരു അമ്മൂമ്മ പൈപ്പിൽ വെള്ളം എടുത്തിട്ട് ഇവർക്ക് ഒഴിച്ചു കൊടുക്കണം, കഴുകുകയാണ് ഈ ചാണക്കുഴിയിൽ വീണവരെ കയറ്റി നിർത്തിയിട്ട്. അത് അങ്ങനെ ഒരു അനുഭവം. അത് കൂടാതെ പിന്നെ ഉണ്ടാകുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് എനിക്ക് ഓർമ്മയിൽ വരുന്ന ഒരു സംഭവം, അപ്പോൾ പല മറ്റേ 86-ന് ശേഷം പലപ്പോഴും നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റ്, അതല്ലെങ്കിൽ പ്രധാനമന്ത്രി, അതുപോലെയുള്ള കക്ഷികളൊക്കെ വരും. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ആദ്യങ്ങളിലൊന്നും വല്ലാണ്ട് സെക്യൂരിറ്റി പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് വന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാജീവ് ഗാന്ധി മരിച്ചതിന് ശേഷമാണെന്ന് എൻ്റെ ഓർമ്മ. ഈ സെക്യൂരിറ്റി ഭയങ്കര ടൈറ്റാക്കി. അപ്പോൾ പത്രക്കാർക്ക് പോലും അങ്ങോട്ട് ചെല്ലാൻ പറ്റാത്ത ഒരവസ്ഥ ഒക്കെ ആയിട്ടുള്ള ഒരു വല്ലാത്തൊരു മൂഡിലായി. അപ്പോൾ ഇങ്ങനെ ഈ മറ്റേ ഇത് തിരിച്ച് ബാരിക്കേഡ് കെട്ടി അതിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫർ അപ്പുറത്ത് മറ്റവർ ഇങ്ങനെ ഒക്കെ തിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു പിന്നീട്. അങ്ങനെ ഇരിക്കുമ്പോൾ 2007 മറ്റാണെന്ന് എൻ്റെ ഓർമ്മ.
മറ്റേ APJ അബ്ദുൽ കലാം സാറ് തൃശ്ശൂർ ഒരു പരിപാടിക്ക് വരികയാണ്. അപ്പോൾ അന്ന് ഇന്നത്തേനേക്കാളും കൂടുതൽ കോമ്പറ്റീഷനുള്ള ഒരു സന്ദർഭമാണ് ആ സമയമൊക്കെ. പത്രങ്ങളിലെല്ലാം ഈ മറ്റേ ഫ്രണ്ട് പേജ് ബൈലൈനിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ആവേശം കൊണ്ട് നടന്നിരുന്നത്. ഇന്നിപ്പോൾ അങ്ങനെ വലിയ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് കിട്ടിയ അസൈൻമെൻറ്റ് ജൂബിലി മെഡിക്കൽ കോളേജിൽ പുള്ളി സന്ദർശിക്കുന്നുണ്ട്. അവിടെ പിള്ളേരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വരുന്നുണ്ട് എന്നുള്ള ഒരു ഇത് കിട്ടിയ എനിക്ക് അവിടേക്കുള്ള പാസ്സാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അന്ന് അവിടെ മറ്റേ മറ്റേ ഇതായിരിക്കുന്നത് ആലപ്പാട്ടച്ചൻ, ഐ മീൻ ഫ്രാൻസിസ് ആലപ്പാടെന്ന് പറഞ്ഞിട്ടൊരു കക്ഷിയാണ്. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, "എടാ മോനെ നീ വാ, ഇവിടെ വന്ന് നല്ലൊരു പടം നിനക്ക് ദൈവം തരും. നീ വാ, ഇവിടെ വന്ന് എടുത്തോളാൻ" പറഞ്ഞു. അപ്പോൾ അവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിന് വലിയ സ്കോപ്പൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഗാലറിയൊക്കെ തിരിച്ച് അതിൽ കാണികളെ ഇരുത്തി പിള്ളേരൊക്കെ എഴുതി മറ്റേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഇവരോട് ചോദിക്കുക, അങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വേറെ നമുക്ക് അവിടെ എല്ലായിടത്തും നിന്ന് ലെൻസ് ഇട്ട് ഒരു ചിത്രം എടുത്ത് പോരുക എന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഇദ്ദേഹം വരുന്നതും കാത്തിട്ട് ഇങ്ങനെ ആ ഫസ്റ്റ് ഗേറ്റിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് അപ്പോൾ പുള്ളി ഒരു ചൈൽഡിഷ് ഇതിൽ പെരുമാറുന്നൊരു കക്ഷിയാണ്. പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ്. പിള്ളേരുടെ അടുത്തേക്ക് ഓടിപ്പോലും കാര്യങ്ങളും അങ്ങനെയുള്ള ഇതുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ അങ്ങനെ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പെട്ടെന്ന് ഈ സെക്യൂരിറ്റിയുടെ ഇടയിൽ നിന്ന് ഓടി അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് അവിടെ പിള്ളേർ നിന്നിട്ട് ഈ പഞ്ചവാദ്യം മേളം നടത്തുന്നുണ്ടായിരുന്നു. ആ കുട്ടിയുടെ അടുത്തേക്ക് ഓടി ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഈ ഹൈറ്റിൽ അവിടെ ബാരിക്കേഡ് കെട്ടി നിർത്തിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ഒരൊറ്റ ചാട്ടം വെച്ച് കൊടുത്തു. മുന്നിൽ സെക്യൂരിറ്റിക്കാരൊക്കെ വരുന്നതിന് മുമ്പാണ്. എന്നിട്ട് മുട്ടുംകാലിൽ കയറി ഇങ്ങനെ ചെരിഞ്ഞിങ്ങനെ നിന്നു. പുള്ളി വന്നിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ മറ്റേ കൊട്ടുന്ന കോല് വാങ്ങിച്ചിട്ട് ഇതുമ്മൽ കൊട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു വൈഡ് വെച്ചിട്ട് ചണ്ടയ്ക്ക് പ്രിഫറൻസ് പുള്ളി കൊട്ടുന്നതൊക്കെ ആയിട്ടുള്ള ഒരു ചിത്രം അതെടുത്ത് കൊടുത്തു. അത് പിറ്റേ ദിവസം ഇത് പത്രത്തിൽ അടിച്ചു വന്നു. അത് അന്ന് തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഏറ്റവും നല്ല പടമാണ്. ഹിന്ദുവിൽ അത് വളരെ നാഷണൽ പേജിലാണ് ആ സാധനം വന്നത്. അതായത് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ഓഫീസിൽ നിന്നുള്ള ഒരു വിളി. ആ വിളി ആ ചിത്രം ഈ മറ്റേ ഹിന്ദുവിൽ പ്രിൻ്റ് ചെയ്ത് വന്ന ചിത്രം നാഷണൽ പേജിലാണ് ആ ചിത്രം ചെയ്ത് വന്നത്. അത് പ്രിൻ്റ് ചെയ്ത് വന്നിട്ട് അത് എൻ്റെ ഒരു മറ്റേ പത്രത്തിൽ വന്നതല്ല, മറ്റേ ഒറിജിനൽ അതിൻ്റെ ഒരു കോപ്പി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ മെയിൽ ചെയ്ത് കൊടുത്തു. ഇത് ചെയ്ത് കൊടുത്ത് ഒരു വിതിൻ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കൊരു മറുപടി വന്നു. ഒരു അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുള്ളൊരു വലിയൊരു ലെറ്റർ പുള്ളി ഒപ്പിട്ടിട്ടുള്ളൊരു സാധനം. ഇന്നും ഞാനത് നിധി പോലെ കാക്കുന്നുണ്ട് ഈ സാധനം. പിന്നെ യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 90-91 കാലഘട്ടത്തിൽ ഞാൻ കുറച്ച് നാൾ വിദേശത്തുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴും ഈ ക്യാമറ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസം ഇവിടുന്ന് സിറ്റിയിലേക്ക് ഞാൻ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വേറെ നമ്മുടെ ഒരു ഹെൽപ്പറായിട്ടുള്ള വേറൊരു കക്ഷിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അവിടുത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നിയമങ്ങളോ കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് ആർക്കും അറിയില്ല. ഇവിടുത്തെ ഒരു വിദേശികൾക്കും അറിയില്ല എന്നാണ് ഞാൻ പറയുള്ളൂ. ഇപ്പോഴും കണക്കാണ് അങ്ങനെയൊക്കെ തന്നെ. അവിടെ ചെല്ലും ജോലി ചെയ്യുന്നു പോരുന്നു കാശ് മേടിക്കുന്നു അങ്ങനെയുള്ള ഒരു ഇതാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഫോട്ടോഗ്രാഫി ഭയങ്കര ഇതുള്ളതുകൊണ്ട് എപ്പോഴും ഞാനൊരു ക്യാമറ എൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അറിയാലോ വിദേശത്ത് 5-6 ട്രാക്കാണ്. അപ്പോൾ സ്ലോ ട്രാക്ക് അതിൻ്റെ അപ്പുറത്തെ അങ്ങനെ ട്രാക്കുകളുണ്ട്. അപ്പോൾ 6ാമത്തെ ട്രാക്കിൽ ഈ ഇങ്ങനെ ഞാൻ ഫുൾ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നുണ്ട് എൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് ഒരു വണ്ടി കാറ്. അതെന്താ പറ്റിയതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്നൊരു മറ്റേ റോഡ് സൈഡിലുള്ള പോസ്റ്റിൽ വന്നിട്ട് ഇടിക്കുന്നുണ്ട്. ഇടിച്ച് കഴിഞ്ഞിട്ട് കിടുകിടുന്ന് പറഞ്ഞിട്ട് ഈ പോസ്റ്റ് ഇങ്ങനെ ഇടിച്ച് വന്നിട്ട് ഇങ്ങനെ കാർ ഇങ്ങനെ 5-6 മറിഞ്ഞ് ഇതൊക്കെ ആക്കി ഇങ്ങനെ കാണാം. അപ്പോൾ ഞാൻ ഇങ്ങനെ പാസ് ചെയ്യണത് കാർ ഇങ്ങനെ മറിഞ്ഞു പോകണത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിൽ വെച്ചാൽ എന്തായാലും ഒരു ഫോട്ടോ എടുക്കാം, നമ്മുടെ ഇന്ത്യയിലത്തെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലത്തെ ആ ഒരു സ്വഭാവം വെച്ചിട്ട്. അതിന് ഞാൻ അങ്ങനെ ഇത് ചെയ്തു റൗണ്ട് വട്ടം തിരിഞ്ഞു. ഒരു 5 മിനിറ്റ് എങ്കിലും എടുത്തിട്ടുണ്ടാവും. അവിടെ പോയി തിരിച്ച് പിന്നെ വന്നു. അത്ഭുതപ്പെട്ടു പോയി ഞാനവിടെ. കാരണം ഞാനവിടെ ചെല്ലുമ്പോഴത്തേനും ആ ട്രാക്കിൽ നിന്ന് കാറ് മാറ്റി കഴിഞ്ഞു. അവിടെ പോലീസ് മറ്റേ ബൈക്കിലുള്ള പോലീസ്, മറ്റേ ഇത് ജീപ്പിലുള്ള പോലീസ്, കാറിലുള്ള പോലീസ്, വാൻ റിക്കവറി വാൻ തുടങ്ങിയ എല്ലാ സാധനം എത്ര ഫാസ്റ്റാണെന്നറിയോ ഈ സാധനം. അത് വന്ന് അതെല്ലാം റെഡിയാക്കി. ഒരു പൊടി, അതായത് തകർന്ന ഗ്ലാസിൻ്റെ ഒരു പൊടി പോലും ഇല്ല. എല്ലാം ക്ലീൻ ചെയ്തതാക്കി അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ ചെന്ന് വണ്ടി ഇതാക്കി. അപ്പോൾ അവിടെ സത്യത്തിൽ ആരും മൈൻഡ് ചെയ്യണ പോലും ഇല്ല. പക്ഷെ നമ്മളെ ഒരു ആങ്സൈറ്റി കാരണം നമ്മളങ്ങനെ ചെന്ന് വണ്ടി ഞാനവിടെ ഒതുക്കി. അത് കഴിഞ്ഞപ്പോൾ പോലീസുകാരൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, "എന്തേന്ന്?" ചോദിച്ചു.
അപ്പോൾ അറബിലാണ് ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ക്യാമറയും കൂടെ ഇരിക്കുന്നത് കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്നോട് എടുത്ത വശമുള്ള ഒരു ഇതാണ് യാ അല്ലാ യാ അല്ലാ എന്നുവെച്ചാൽ വേഗം സ്ഥലം വിട്ടോ എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മുടെ നാട്ടിലാണെങ്കിൽ ആ ഇടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഉള്ള പ്രശ്നങ്ങൾ അറിയാലോ. ആ റോഡ് കംപ്ലീറ്റ് ബ്ലോക്കായി പ്രശ്നങ്ങളായി കാര്യങ്ങളായി ആകെ ചിറ്റികളേ ഉള്ളൂ. പക്ഷെ അവിടുത്തെയൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു ആ സാധനം അത്. അതുപോലെ ഈ യാത്രകളിൽ ഉണ്ടായിട്ടുള്ളൊരു സാധനങ്ങൾ ഇതിലും മറക്കാൻ പറ്റാത്തൊരു സാധനമാണ്. അത് അവിടെ തന്നെ വെച്ചിട്ട് മറ്റേ ഇവിടുന്ന് പോവാണ്. മറ്റേ ദുബായിക്ക് റോഡ് മാർഗ്ഗം പോവാ അവിടെ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാധാരണ അവിടെ എപ്പോഴും പറഞ്ഞ് കേൾക്കാറുണ്ട്. രാത്രികളിൽ ഒട്ടകങ്ങൾ ക്രോസ് ചെയ്ത് വണ്ടികൾ ഇടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പോകുന്നത് പകലാണ്. അങ്ങനെ ഇതേപോലെ തന്നെ അന്ന് ഞാനൊരു മറ്റേ ഫ്രൂട്ട്സ് കൊണ്ടുപോകുന്നൊരു വണ്ടിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്യാബിൻ നല്ല ഹൈറ്റിലാണല്ലോ. നമ്മുടെ അടുത്ത ബസ്സിൻ്റെയൊക്കെ പോലത്തെ ക്യാബിൻ ഹൈറ്റ് ആയതുകൊണ്ട് നമുക്കതിലിരുന്ന് കാണാം ഈ സാധനം. ഫ്രണ്ടിൽ പോകുന്ന ഇതുപോലെ തന്നെ ഒരു കാറിൽ ഈ ഒട്ടകത്തിൻ്റെ അപ്പോൾ പെട്ടെന്ന് എവിടുന്നാ വരുന്നതെന്ന് അറിയില്ല. സംഗതി അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടകങ്ങളുണ്ട് ക്രോസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇത് എവിടുന്നാ വരുന്നതെന്ന് കണ്ടില്ല. അപ്പോൾ വന്ന് ഒരൊറ്റടിയാണ് ഈ കാറിൻ്റെ. ഇടിച്ച് കഴിയുമ്പോൾ ഇവൻ്റെ കാലിൻ്റെ ഇതിലുള്ള ഇടിക്കുന്നത്. സാധനം നേരെ ഇങ്ങോട്ടാ വീഴുക. ഈ കാറിൻ്റെ ഇതിലേക്ക് വന്ന് കാറും ഈ ഒട്ടകവും കൂടി അവിടെ പമ്പരം കറങ്ങണ പോലെയാണ് അവിടെ കിടന്ന് കറങ്ങുന്നത്. അത് കഴിഞ്ഞ് ഒട്ടകം അവിടെ വീണത് കഴിഞ്ഞു. അവിടെ ആണെങ്കിൽ ഒട്ടകത്തിടിച്ച ഭയങ്കര കേസുമാണ് താനും. അത് പറയുമ്പോൾ നമ്മളും ഞെട്ടിപ്പോവാണ് ഈ സാധനം കണ്ടിട്ട്. പക്ഷേ അതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുണ്ടായിരുന്ന ഒരു ഒമാനിയാണ്. അയാൾ ചിരിച്ചിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം അതിൽ നിന്ന് എനിക്ക് വരുന്നത്. നമ്മളൊക്കെയാണെങ്കിൽ ഹാർട്ട് പൊട്ടി അപ്പം തന്നെ മരിച്ചേനെ. അവരുടെ ഒരു ധൈര്യം അതും സമ്മതിക്കേണ്ട ഒരു സാധനമാണ്. അതേപോലെ ഈ യാത്രകളിലുണ്ടാവുന്ന അവിടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഇതുപോലുള്ള കുറേ അനുഭവങ്ങളുണ്ട്. പെട്ടെന്ന് എനിക്കിങ്ങനെ ഓർമ്മയിൽ വന്നൊരു സാധനങ്ങളാണ്. നമ്മുടെ നാട്ടിലത്തെയും അവിടുത്തെയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ കമ്പയർ ചെയ്തെന്ന് മാത്രം. അതുപോലെ ഇത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു 2003 എൻ്റെ ഓർമ്മ. ഒരു ദിവസം ഇതുപോലെ അന്ന് ഞാൻ ഇന്ത്യ ടുഡേക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ സമയത്ത്. അപ്പോൾ ഒരു ദിവസം മറ്റേ അതിൻ്റെ അസോസിയേറ്റ് എഡിറ്റർ മിസ്റ്റർ പി.കെ. ശ്രീനിവാസൻ എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തുള്ള ഒരു കക്ഷിയുണ്ട്. പുള്ളി വിളിക്കുകയാണ് എന്നെ. അപ്പോൾ എന്നോട് ചോദിച്ചു, "എന്താ പരിപാടി ഇടോ?" ഞാൻ പറഞ്ഞു, "ഇങ്ങനെ ഇല്ല ഒന്നുമില്ല, അങ്ങനെ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണം. നമുക്ക് ചെറിയൊരു യാത്ര പോയാലോ?" എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. "ആ പിന്നെന്താ യാത്ര പോകാലോ" എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, "ശരി ഞാൻ വരാം. സമയം മുൻകൂട്ടി ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ വരാമെന്ന്" പറഞ്ഞു. അപ്പോൾ എൻ്റെ വിചാരം എന്ന് വെച്ചാൽ പുള്ളി അങ്ങോട്ട് ചെന്നൈക്കാണ് ഈ വിളിക്കണത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, "ശരി വരാമെന്ന്" പറഞ്ഞു. അപ്പോൾ അതുപോലെ ഈ മറ്റേ മഴക്കാലമായി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇടയ്ക്ക് ഈ കക്ഷികളൊക്കെ ഇടയ്ക്ക് വിളിക്കും. "നമുക്ക് വയനാട്ടിലേക്ക് ഒന്ന് പോവാം, ഒരു ദിവസം അവിടെ നിൽക്കാം" എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു ലോങ് യാത്ര എന്നുള്ള നിലയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ "വിളിച്ചാൽ മതി, ഞാൻ വരാം" എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഒരു 4 ദിവസം കഴിഞ്ഞു എൻ്റെ ഓർമ്മ. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഉച്ച സമയത്ത് പുള്ളി എന്നെ വിളിക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, "എവിടെ ഉണ്ടോ?" ഞാൻ പറഞ്ഞു, "ഞാൻ തൃശ്ശൂരുണ്ട്." അപ്പോൾ എൻ്റെ ഒരു സ്ഥാപനമുണ്ട് കുറുപ്പുറം റോട്ടിൽ തൃശ്ശൂരിൽ. അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. "ആ എന്നാൽ താൻ ഒന്ന് ഇങ്ങോട്ട് വരൂ" എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, "എവിടേക്ക്?" "അല്ല ഞാൻ തൃശ്ശൂരുണ്ട്" എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, "എന്ത് പറ്റി?" "അല്ല ഞാൻ തന്നോടൊന്ന് വിളിച്ച് പറഞ്ഞിരുന്നില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്." അപ്പോൾ ചോദിച്ചു, "എവിടേക്കാണ് പോകുന്നത്?" നമുക്ക് ചെറിയ യാത്ര ചെയ്യാം, പട്ടാമ്പി വരെ." "ആ അത്രയല്ലേ ഉള്ളൂ" എന്ന്. "അത് ശരിയെന്ന്" പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞ് ഞാൻ സാറിൻ്റെ പോലെ ക്യാമറ ബാഗൊക്കെ എടുത്ത് വെച്ച് അന്ന് ഡിജിറ്റലിലേക്ക് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. ഫിലിം ക്യാമറയാണ്. അപ്പോൾ അന്ന് ഞാൻ ഉപയോഗിച്ചിരുന്നത് നിക്കോണിൻ്റെ FM2 എന്ന് പറഞ്ഞിട്ടൊരു ക്യാമറയാണ്. അതിലെപ്പോഴും ഞാൻ കൊണ്ട് നടക്കുന്നത് ഒരു 100 എമ്മിൻ്റെ ഒരു ലെൻസുണ്ട് ഫിക്സഡ്. ഭയങ്കര ഒരു വല്ലാത്തൊരു ലെൻസാണത്. അത് നമുക്ക് ഒരുവിധം എല്ലാ കളിയും അതിൽ കളിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇപ്പം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നൊരു സാധനം. അങ്ങനെ ഇതും വെച്ചു. ഞാൻ നേരെ ചെന്നപ്പോൾ പുള്ളി കാറും വിളിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളി പറഞ്ഞത്, "അതേ മമ്മൂട്ടിയുടെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്." അപ്പോൾ അന്ന് ഇന്നത്തെ പോലത്തെ ഈ മറ്റേ ഇത് ഉണ്ടല്ലോ ചാനലുകളൊന്നും വന്നിട്ടില്ല. പ്രിൻ്റഡ് മീഡിയയാണ് കൂടുതൽ. അപ്പോൾ അത് ആ സമയത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ വീക്കിലികൾ, മാഗസീൻസ് ആ വക സാധനങ്ങൾ ഭയങ്കരമായിട്ട് കത്തി നിൽക്കുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ്, അപ്പോൾ ഒരു ഓണം സ്പെഷ്യൽ വരുന്നുണ്ട്. ആ ഓണം സ്പെഷ്യലിൽ മമ്മൂട്ടിയുടെ കുറച്ച് ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ സാറിനെ വന്ന് ഞാൻ നേരിട്ട് വന്നു. അപ്പോൾ അവൾ വിളിച്ചപ്പോൾ വരാൻ പറഞ്ഞു. 2-3 ദിവസം നമുക്ക് ഇവിടെ ഇരുന്ന് അത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ലാൽ ജോസിൻ്റെ ഒരു സിനിമ, പട്ടാളം എന്ന് പറഞ്ഞൊരു സിനിമ. പുള്ളി മമ്മൂട്ടി ആദ്യമായിട്ട് കോമഡി ചെയ്തത് അതിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ശരി, അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ പടം എടുക്കല്ലേ വേണ്ടൂ. അപ്പോൾ ശരി എന്നും പറഞ്ഞ് ഞങ്ങളിരുന്ന് അവിടെ ചെന്നു. കഴിഞ്ഞൊരു 3:30-4 മണിയോടുകൂടെയൊക്കെ ആയിട്ട് ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടാവും. ഈ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് പുള്ളിയായിട്ട് കണ്ടു. ഞാൻ വർത്തമാനം പറഞ്ഞു, പരിചയപ്പെട്ടു. അപ്പോൾ മമ്മൂട്ടിയെ പല പ്രാവശ്യം
ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു അടുത്തിരുന്ന് ഇതിൻ്റെ ഇത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞുള്ള ഒരു ഇത് അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. ഞാൻ ചെന്നിരുന്ന് നോക്കുമ്പോൾ പുള്ളി സാധാരണ ചെല്ലിരിക്കുന്ന പോലെ തന്നെ ആൾ പരിചയപ്പെട്ടത് കഴിഞ്ഞ് ഏതാടോ ക്യാമറ ഉപയോഗിക്കുന്നത്? FM2 ആ കുഴപ്പമില്ല നല്ല ക്യാമറയാണല്ലോ ഏതാ ലെൻസ് ഏതാ കാര്യങ്ങൾ അതൊക്കെ പുള്ളിയുടെ ഒരു സ്ഥിരം ഒരു ഇതുണ്ടല്ലോ അതൊക്കെ പുള്ളി എന്നെ വാങ്ങിച്ചു നോക്കി ഇതൊക്കെ കഴിഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ അപ്പോൾ ഈ ഇന്ത്യ ടുഡേക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അവർ മറ്റേ വർക്കിന് വരുമ്പോൾ നമ്മൾ എക്സ്പോസ് ചെയ്യേണ്ട ഫിലിം അവർ കൊണ്ടുവരിക ചെയ്യുക. അവർ കൊണ്ടുവന്ന് തരും. ആ കളർ ഫിലിം 35 mm ഫിലിം അവർ വരും കൊണ്ടുതരും. അപ്പോൾ അതിൽ നമ്മൾ എക്സ്പോസ് ചെയ്യുക കൊടുക്കുക. ബാക്കിയുള്ളതൊക്കെ അവരവിടെ പേജ് സെറ്റ് ചെയ്യുന്നതനുസരിച്ച് അപ്പോൾ ഇന്നത്തെ പോലെ ഞാൻ പറഞ്ഞില്ലേ ഈ മറ്റേ മാഗസീൻ്റെ പേജ് സെറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഒരു എന്താ പറയുക ഒരു ഇത് തന്നെയായിരുന്നു അതിനൊരു വല്ലാത്ത പ്രത്യേകത. ഇന്നത്തെ ജനറേഷൻ അത് അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അന്ന് എല്ലാവരും മറ്റേ വീക്കിലികൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവമായിട്ടാണ് അന്ന് ഉണ്ടായിരുന്നത് ആ കാലഘട്ടത്തിൽ. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിരുന്ന ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും പുള്ളി വന്നു. അങ്ങനെ ഇരുന്ന് ഇങ്ങനെ മറ്റേ ശ്രീനി സാറായിട്ട് പുള്ളി സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലിയിട്ട് മാറി നിന്നിട്ട് പുള്ളി ഇങ്ങനെ ആക്ഷൻ അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോഴതിനെക്കുറിച്ചുള്ള അങ്ങനെ ആക്ഷൻസ് അപ്പോൾ ഇൻ്റർവ്യൂവിന് വേണ്ട ചിത്രങ്ങളാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് നേരം സംസാരിക്കും, പുള്ളി പോവും, അത് കഴിഞ്ഞ് മറ്റേ അത് ചെയ്യും, വരും, സംസാരിക്കും, അങ്ങനെ ചിത്രങ്ങളെടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇടയിൽ പുള്ളി ഇടയ്ക്ക് കോസ്റ്റ്യൂംസ് മാറുന്നുണ്ട്, ഇതാക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ട്, അതൊക്കെ ഉണ്ട്, അങ്ങനെ നടക്കും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞങ്ങനെ പുള്ളി ഒരു 3-4 പ്രാവശ്യം പോക്കുവരവ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അസോസിയേറ്റ് എഡിറ്റർ എന്നോട് പറയുകയാണ്, നജീബേ ഒരു കാര്യം ചെയ്യും, മുഖചിത്രത്തിനുള്ള ചിത്രം കൂടി നമുക്ക് കവറിന് പറ്റുന്നൊരു ചിത്രം കൂടി. അപ്പം ഞാൻ സാറിനോട് അങ്ങോട്ട് ചോദിക്കും, കവറിനുള്ള പടം ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഞാനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ സാറിന് ഇൻ്റർവ്യൂവിന് കൊടുക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് ഞാൻ പോയിരിക്കുന്നത്. അല്ല വേറെ എക്സ്ട്രാ ലെൻസസോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടോ സാധനങ്ങളോ ഒന്നും ഞാൻ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ സത്യത്തിൽ ഇതെന്ത് ഈ സാറ് പറയുന്നത് എന്നുള്ള ലൈനിലാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞാൽ അല്ലെന്ന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ കവറിനുള്ള പടം കൂടി നോക്കിക്കോ, സംഗതി 2-3 ദിവസം ഉണ്ടല്ലോ, അതിനിടയിൽ ഇന്ന് പറ്റുകയാണെങ്കിൽ അത് നോക്കിക്കോ, അല്ലെങ്കിൽ നാളെ നോക്ക്, അല്ലെങ്കിൽ മറ്റന്നാൾ അതൊക്കെ നോക്കാം, എന്തായാലും നീ കവറുള്ള പടങ്ങളും കൂടെ നോക്കിക്കോട്ടാന്ന്. അങ്ങനെ ഇത് പെട്ടെന്ന് പുള്ളി ഈ പോണേന് പുള്ളി അങ്ങോട്ട് മറ്റേ ഷൂട്ടിങ്ങിന് വേണ്ടി ഞങ്ങൾ പോണേൻ്റെ ഇടയിലാണ് ഇത് കേൾക്കുന്നത്. അപ്പോൾ പുള്ളി തിരിച്ച് കവർപ്പടാ. അപ്പോൾ സമയം ഞാൻ എൻ്റെ ഇത് കണക്കൂട്ടലനുസരിച്ച് ഏകദേശം ഒരു 5:30-6 മണിയോടെ എടുക്കാറുണ്ട്. മറ്റേ ലൈറ്റൊക്കെ തന്നെ താന്ന് ഇതായിട്ടുള്ള സമയത്താണ്. അപ്പോൾ പുള്ളി ഇങ്ങോട്ട് തിരിച്ച് വന്നിട്ട് ചോദിച്ചു, ഇതെന്താ ഈ പറയണത് ഈ സമയത്താ കവറിനുള്ള പടമൊക്കെ എടുക്കണ ലൈറ്റൊക്കെ പോയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തമാശക്കൂടെ ഇന്നത്തിരി കാര്യമായിട്ട് ഞാൻ പറഞ്ഞു, ഒരു പ്രസ് ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ച് ലൈറ്റ് ഒരു പ്രശ്നമല്ല സാറേ എന്ന് പറഞ്ഞു ഞാൻ മമ്മൂട്ടിയോട്. എന്നാലും അങ്ങനെയാണോ? അപ്പോൾ പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല, നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശ്രീനിവാസൻ സാറ് പറഞ്ഞു, അവൻ ആളും മിടുക്കനാണ്, അവനെടുത്തോളും, അത് കുഴപ്പമുള്ള കേസൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഒരു തലയാട്ടൽ കാട്ടി പുള്ളി ഷൂട്ടിങ്ങിന് പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അവിടെ എന്തോ ബ്രേക്ക് വന്നപ്പോൾ പുള്ളി വീണ്ടും വന്നു. അവിടെ എന്നോട് ചോദിച്ചു, കാര്യമായിട്ടാണ് പറയുന്നത്? ഞാൻ പറഞ്ഞു കാര്യമായിട്ട് നമുക്ക് എടുക്കാമല്ലോ, അതിനെന്താ. അപ്പോൾ എൻ്റെ ഒരു അഹങ്കാരം എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു ഫിക്സഡ് 100 mm ഒരു 1.2 ലെൻസ് ഉണ്ട്. സാറിൻ്റെ കവറിനൊക്കെ അതാണ് നമ്മൾ ഉപയോഗിക്കുക. അല്ലേ എത്ര ലോ ലൈറ്റ് ആയാലും ആ സാധനം ഇട്ട് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് എടുക്കാം. സംഗതി മാനുവലാണ്, നമുക്കെടുക്കാം. അപ്പോൾ ആ ഒരു ധൈര്യം കൂടി എനിക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഷൂട്ടിങ്ങിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ മേക്കപ്പ് കഴിഞ്ഞ് ടച്ചപ്പ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരാളൊരു കുട പിടിച്ചു പോകും. ആ ഒരു കുട ഉണ്ട്, ആ ഒരു ഭയങ്കര വലിയൊരു കുടയാണ് ആ കുടയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പച്ച, മഞ്ഞ, ചുവപ്പ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിങ്ങനെ പുള്ളി ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട ഇങ്ങനെ ചിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബാക്ക്ഗ്രൗണ്ടായി. കുറേ കളറുണ്ട്, പച്ച, മഞ്ഞ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറേ. അത് വെച്ച് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവില്ല എന്ന് ഞാൻ എൻ്റെ മനസ്സിലൊരു ഫ്രെയിം കണ്ടു. അത് കഴിഞ്ഞ് പുള്ളി വന്നിട്ട് എന്നോട് ഇത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ശരി സാറേ ആ കുട ഒന്ന് മേടിക്കാൻ പറ്റുമോ ചോദിച്ചു. എന്തിനോടോ ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ കുട ഒന്ന് മേടിക്കുന്നു. അങ്ങനെ കുട വാങ്ങിച്ചു. കുട വാങ്ങിച്ചിട്ട് ഈ സാധനം ഞാൻ അങ്ങനെ ചിരിച്ചു വെച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു, സാറിന് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും കോസ്റ്റ്യൂംസ് അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ നിന്ന് വന്നിട്ടാണല്ലോ. ഒന്നുമില്ല ഞാൻ ഇരിക്കാമെന്ന് പറഞ്ഞു. ആ മനുഷ്യനെ സമ്മതിക്കട്ടെ, ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ഇതാണ്. പുള്ളിയുടെ ആ ഒരു അതിനുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് സമ്മതിക്കാതെ വയ്യ. അങ്ങനെ പുള്ളി വളരെ കൂളായിട്ട് എൻ്റെ സൈഡിലിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ഇതിൻ്റെ ഇടയിൽ വെച്ച് ഇതൊക്കെ ആക്കി ഇത് ചെയ്തു. ആ കളറും ഇതൊക്കെ വരാവുന്ന വിധത്തിൽ അതിൻ്റെ ഒരു നല്ലൊരു ഫ്രെയിമൊക്കെ ആക്കിയിട്ട് ഒരു 4-5 ഫ്രെയിം അങ്ങോട്ട് എടുത്തു. അപ്പോൾ ഇന്നത്തെ പോലെ ഈ മറ്റേ ഡിജിറ്റൽ എടുക്കുന്ന പോലെ കുറേ പടങ്ങൾ എടുക്കുന്ന പരിപാടിയൊന്നും അന്ന് നടക്കില്ലല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഫിലിമല്ലേ 36-നാണ് അതിൽ എക്സ്പോസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൽ നമുക്ക് മാക്സിമം വേണ്ട അതിൽ നമുക്ക് കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസം കൂടെ ഉണ്ട്.
ഞാൻ എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് മാക്സിമം ഒരു 10 ഫ്രെയിം എടുത്തിട്ടുണ്ടാവും. അത് എടുത്ത് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, "ആ ഒരു കാര്യം ചെയ്യാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അന്ന് ഏതൊരു വേറൊരു ഷൂട്ടിന് വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ മറ്റേ യൂണിറ്റ് പുള്ളി കൊണ്ടുവന്നിട്ടുണ്ടാവും. ആ യൂണിറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു." ഞാൻ പറഞ്ഞു, "വേണ്ട സാർ ഇത് മതി. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ചെയ്തോളാം" എന്ന് പറയും. പക്ഷേ പുള്ളിക്ക് കോൺഫിഡൻസ് ഇല്ല. അത് പുതിയതായിട്ട് ഞാൻ ചെന്നതും കൂടിയാണല്ലോ. ശരി എന്ന് പറഞ്ഞ് ഇതാക്കി. അങ്ങനെ ഒരു 6, 6:30 ആയപ്പോൾ ഞാൻ ഇപ്പോൾ ശ്രീൻ സാറിനോട് പറഞ്ഞു, "ഞാൻ നിൽക്കുന്നില്ല, ഞാൻ പോവാണ്. നിങ്ങൾ സംസാരിക്കുക. ഞാൻ വേണമെങ്കിൽ നാളെ വരാം" എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, "ഇനി നിനക്ക് പടം എടുക്കണോ?" ഞാൻ പറഞ്ഞു, "വേണമെന്നില്ല സാറേ, എനിക്ക് ആവശ്യത്തിലുള്ള പിക്ചറുകളായിട്ടുണ്ട്. ഒരു ഇൻ്റർവ്യൂവിനുള്ള പേജിലേക്ക് കൊടുക്കാവുന്ന എല്ലാ പിക്ചറുകളും ആയിട്ടുണ്ട്. അല്ല എന്നാലും എടുക്കാം, നമുക്ക് വേണമെങ്കിൽ നാളെ വാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, "എനിക്ക് തോന്നല്ല, പറ്റുകയാണെങ്കിൽ വരാം" എന്നും പറഞ്ഞ് ഞാൻ പോരുകയും ചെയ്തു. അത് കഴിഞ്ഞു. പിറ്റേ ദിവസം അപ്പോൾ രാത്രിയായപ്പോൾ ശ്രീനി മറ്റേ എന്നോട് പറഞ്ഞു, "പറ്റുകയാണെങ്കിൽ നീ ഒന്ന് വാ രാവിലെ" എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് ഞാൻ അവിടുന്ന് പോന്നാലും എനിക്കിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പുള്ളിയുടെ ആ ഒരു ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു വല്ലാത്ത ഇത് തോന്നി. അങ്ങനെ ഞാനിവിടെ അന്ന് ഒരു മറ്റേ ഇവിടെ MG റോഡിലൊരു കളർ ലാബുണ്ട്. അവിടെ പോയി ഈ സാധനം ഒന്ന് ഡെവലപ്പ് ചെയ്തു. റോള് ഡെവലപ്പ് ചെയ്തു. കാരണം ഇന്നത്തെ പോലെ എടുത്തപ്പോൾ തന്നെ LED സ്ക്രീനിൽ നമുക്ക് കാണാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഞാൻ പോയി ഡെവലപ്പ് ചെയ്ത് കണ്ടപ്പോഴാണ് എനിക്കും ഒരു സത്യത്തിൽ ഒരു ആശ്വാസമായി. കാരണം ഇതൊക്കെ പുള്ളിയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞു പോകുന്നെങ്കിലും പുള്ളിയുടെ ആ ഒരു ടെൻഷൻ കണ്ടപ്പോൾ എനിക്കായി പിന്നത്തെ ടെൻഷൻ. അതിനത് ഇയാൾ പറഞ്ഞ പോലെ പതിഞ്ഞിട്ടുണ്ട് സാധനങ്ങൾ, കുഴപ്പമില്ല എന്നുള്ള ഒരിത് വന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ അസോസിയേറ്റ് എഡിറ്റർ PK ശ്രീനിവാസൻ വിളിച്ചു. "നീ വരുന്നുണ്ടോ?" ചോദിച്ചു. "ശരി ഞാൻ വരാമെന്ന്" പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ പട്ടാമ്പിയിലെ ലൊക്കേഷനിലേക്ക് എത്തി. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഷൂട്ട് തുടങ്ങാൻ വേണ്ടി നിൽക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെയാണ്. അപ്പോഴത്തെ നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്ത് പുള്ളി എത്തി. അപ്പോൾ എന്നെ കണ്ടപ്പോൾ വിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, "എന്താ ഇനി പിക്ചർ എടുക്കണോ?" ഞാൻ പറഞ്ഞു, "വേണമെന്നില്ല സാറേ, അത് ഓക്കെയാണ് സാധനങ്ങൾ, വേണമെങ്കിൽ എടുക്കാം നമുക്കെന്ന്" പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ ആ ഒരു ഇത് കണ്ടപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ആയിക്കോട്ടെ എന്ന്. അങ്ങനെ കുറേ ചിത്രങ്ങൾ അന്നും എടുത്തു. അത് ഉച്ചയോടുകൂടെ ഞാൻ പറഞ്ഞു, "ഞാൻ പോവാണ്" എന്ന് പറഞ്ഞു. "നീ നിൽക്കണില്ലേ?" ചോദിച്ചു. "അതില്ല ഞാൻ ഇല്ല നിൽക്കണില്ല, ഞാൻ പോവാണ്" എന്ന് പറഞ്ഞു. മമ്മൂട്ടിക്ക നമ്മളോട് പറഞ്ഞു, "എന്നാൽ ഇനി ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന്" പറഞ്ഞു. അവനൊക്കെ ഭക്ഷണം കഴിച്ചു. ഇതൊക്കെ കഴിഞ്ഞു. "ആശാൻ നാളെ നീ എത്തുമോ എന്നുള്ള ലൈനിൽ" ഞാൻ പറഞ്ഞു, "ഞാൻ നോക്കട്ടെ സാറേ" എന്നും പറഞ്ഞു. അപ്പോൾ ശ്രീനിവാസ് സാറിനോട് ഞാൻ പറഞ്ഞു, "ഇല്ല സാറേ, നാളെ എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്, അപ്പോൾ അത് കാരണം മിക്കവാറും ഞാൻ വരില്ല കേട്ടോ" എന്ന് പറഞ്ഞ് ഞാൻ പോരുകയും ചെയ്തു. അങ്ങനെ ഞാനിങ്ങോട്ട് പോന്നു. ഇതെല്ലാം കഴിഞ്ഞ് സാറ് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ എടുത്ത് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിരിഞ്ഞു. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ പേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെന്നൈയിൽ തുടങ്ങി. അങ്ങനെ അപ്പോൾ ഈ ഷൂട്ടില്ലാത്ത സമയങ്ങളിൽ മമ്മൂട്ടി ശ്രീനിവാസൻ സാറിനെ വിളിക്കും. വിളിച്ചിട്ട് എന്തായി കാര്യങ്ങൾ, എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അപ്പോൾ സാറ് പറയും, "ആ ഉവ്വ് ശരിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെയുണ്ട് ഉണ്ട്." അപ്പോൾ ഇടയ്ക്ക് പുള്ളി ചോദിക്കും, "ഞാൻ അങ്ങോട്ട് വന്നോട്ടെ?" അങ്ങനെ ഇടയ്ക്ക് അങ്ങോട്ട് ചെല്ലും. അങ്ങനെ പേജ് കാണും. പേജ് ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള അപ്പോൾ ഈ മറ്റേ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകതരം ടൈപ്പ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് വീക്കിലിയുടെ. അങ്ങനെ അതൊക്കെ പുള്ളി കാണും. അപ്പോൾ ഇടയ്ക്ക് പുള്ളി ചോദിക്കും അങ്ങനെ ഫോട്ടോസ് എങ്ങനെ അതൊക്കെ. അപ്പോൾ പുള്ളി അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കും. അപ്പോൾ അത് നന്നായിട്ടുണ്ട് കാര്യങ്ങളെന്നൊക്കെ പറയും. അപ്പം പുള്ളിയുടെ മെയിനായിട്ടുള്ള ആവശ്യം കവർ പേജ് കാണുക എന്നുള്ളതാണ്. അതായിരുന്നു ശരിക്കും സത്യത്തിൽ എൻ്റെ ആ ചെല്ലണേൻ്റെ ഉദ്ദേശം. പിന്നെ വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് ടെൻഷനില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും പുള്ളി ഇവിടുന്ന് നമ്മളവിടെയുള്ള ട്രീറ്റ്മെൻറ്റ് കണ്ട് കഴിഞ്ഞപ്പോൾ എനിക്കും പിന്നെ കുറേശ്ശെ തുടങ്ങി ടെൻഷൻ. എന്താണ് ഏതാണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ള. ഇനിയിപ്പോൾ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് പുള്ളി അവിടെ ചെല്ലൽ തുടങ്ങി ചെന്നൈയിൽ. അങ്ങനെ ചെന്ന് ശ്രീനി സാറായിട്ടിരുന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതൊക്കെ. അപ്പോൾ പുള്ളി ഇങ്ങനെ പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം ചെന്നത് ഇന്നതിനാണ് എന്നുള്ള നിലയിൽ. പുള്ളി അതിൽ ചിരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതൊക്കെ ആക്കി. അവസാനം ഒരു ദിവസം ചോദിച്ചു, "എങ്ങനെ കവർ പേജ് എങ്ങനെ ഒന്ന് കാണാൻ?" അങ്ങനെ കുറേ നേരം ഇതാക്കി സംസാരിച്ചതിന് ശേഷമാണ് പുള്ളിക്കൊക്കെ കവർ പേജ് കാണിച്ചു കൊടുത്തത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആശാന് ഭയങ്കര ഹാപ്പിയായി. കാരണം പുള്ളി വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സാധനമാവും എന്നുള്ള നിലയിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കുടയുടെ ഉള്ള കുറേ കളേഴ്സും പിന്നെ ആ സൈഡിലുള്ളതൊക്കെ ആയിട്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഔട്ടായിട്ടുള്ള ഒരു മറ്റേ മറ്റേ അതുണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ട് ഔട്ടായിട്ടും പുള്ളി ഷാർപ്പായിട്ടും ഒക്കെ ഉള്ള കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല നല്ല ഇതായിരുന്നു. ആ വീക്കിലി ഏകദേശം എനിക്ക് തോന്നുന്നു 2ഓ 3ഓ പ്രാവശ്യം കണ്ട് പ്രിൻ്റ് ചെയ്തെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം മമ്മൂട്ടിയുടെ ആ ഒരൊറ്റ ഇതുകൊണ്ട് ഐ മീൻ ആ ഒരു റീഡേഴ്സ് ആവശ്യപ്പെട്ടിട്ട് 3 എഡിഷനോ മറ്റേ 3 പ്രാവശ്യം കണ്ട് പ്രിൻ്റ് ചെയ്യാൻ കണ്ടുണ്ടായി അതാണ്. അങ്ങനെ പിന്നെ അത് ഹാപ്പിയായി പുള്ളി. അതൊക്കെ കഴിഞ്ഞു. പിന്നെ കുറേ കാലം ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഫോണിൽ വിളിക്കലും സംസാരിക്കലും തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ തുടർന്ന് പോയിരുന്നു. പിന്നീട് ഈ വീക്കിലികളുടെ
ആ ഒരു ഇതിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് ഇപ്പം അറിയാലോ എല്ലാം ഓൺലൈനും സാധനങ്ങളൊക്കെ ആയി. കാലക്രമേണ മറ്റേ ആ മലയാളം എഡിഷൻ ഇന്ത്യ ടുഡേ നിർത്തുകയും ചെയ്തു. എന്നാലും ആ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ആ ചെറിയ ഒരു യാത്രയുടെ ഒരു ഓർമ്മ എന്ന് പറയുന്നത്. 2018 ഒരു യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആഗസ്റ്റ് മാസത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇങ്ങനെ പെട്ടെന്ന് ഒരു നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യലും വെള്ളം പൊങ്ങലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വല്ലാത്തൊരു ഇതുകളായി. അപ്പോൾ എൻ്റെ ബ്രദേഴ്സ് ഈ തൃശ്ശൂരിൻ്റെ സമീപത്തുള്ള പൂങ്കുന്നം എന്നൊരു സ്ഥലത്ത് താമസിക്കുന്നുണ്ട്. ഭാര്യയുടെ കുടുംബം, അനിയത്തിയുടെ കുടുംബം, അങ്ങനെ എൻ്റെ എല്ലാ ഫാമിലികളും ഒരുവിധമൊക്കെ അവിടെയാണ് താമസിക്കുന്നത്. രാവിലെ ഒരു ദിവസം രാവിലെ തന്നെ പുള്ളി അനിയൻ എൻ്റെ നേരെ താഴെയുള്ള അനിയൻ വിളിച്ചിട്ട് പറഞ്ഞു, "ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പൊന്തൽ കണ്ടിട്ട് എനിക്കത്ര ഒരു പന്തിയായിട്ട് തോന്നുന്നില്ല" എന്ന് പറയും. അപ്പോൾ അമ്മയാണെങ്കിൽ ഒരു 10, 50 വയസ്സായിട്ടുള്ള അമ്മയ്ക്ക് വയസ്സായിട്ടുണ്ട്. അപ്പോൾ അമ്മ അനിയൻ്റെ കൂടെയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ്, "പന്തി തോന്നണില്ല, എന്തായാലും കാറും കൊണ്ടൊന്ന് വാ, ഞാൻ നോക്കട്ടെ" എന്ന് പറഞ്ഞു. അത് ഞാൻ വേഗം അപ്പോൾ തന്നെ രാവിലെ തന്നെ കാർ എടുത്തിട്ട് വേഗം പുള്ളിയെടുത്ത് ചെന്ന് ഒരു 6 മണിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് ഞാനവിടെ ചെല്ലുന്ന സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ഏകദേശം ഒരു നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു ചെറിയൊരു കലങ്ങ് പോലെയുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ. അത് മുട്ടി നിൽക്കുകയാണ് ഇങ്ങനെ. അതിന് ഞാൻ വേഗം എല്ലാവരെയും കാറിലൊക്കെ കയറ്റി ഇതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ കാറിങ്ങനെ എടുത്ത് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എനിക്ക് ബാക്കിൽ തിരിഞ്ഞ് നോക്കുമ്പോൾ കാണാം ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ എല്ലാവരെയും കൊണ്ട് വീട്ടിലാക്കി ഇതൊക്കെ കഴിഞ്ഞിട്ട് കാർ അവിടെ ഇട്ട് ബൈക്കിട്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു വന്നു. തിരിച്ചു വന്ന് ഞാൻ വന്നപ്പോഴത്തേനും എൻ്റെ മുട്ടോളം റോട്ടിൽ വെള്ളമായിട്ടുണ്ട്. അങ്ങനെ നിന്ന് ഇങ്ങനെ നിൽക്കണതിൻ്റെ ഉള്ളിലാണ് ഈ വെള്ളം ഇങ്ങനെ പൊന്തി 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 വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ ഒരു 10, 20 മിനിറ്റ് കൊണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ അരഭാഗത്തോളം വെള്ളം വന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോണ്ട് ഞാൻ നിൽക്കുന്നതിൻ്റെ സൈഡിൽ നിന്നുണ്ട് ഒരു വീട്ടിൽ നിന്ന് അവിടുത്തെ ഒത്തിരി വയസ്സായിട്ടുള്ള എൻ്റെ അമ്മയുടെയൊക്കെ പ്രായം ഉണ്ടാവും. ആ ഒരു ലേഡീനെ വലിയൊരു ബിരിയാണി ചെമ്പിലാണ് പുള്ളിക്കാരിനെ അവിടെ കുറച്ച് രക്ഷാപ്രവർത്തകരൊക്കെ കൂടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ സമയത്ത് ക്യാമറ ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈലാണ്. മൊബൈൽ ക്യാമറയാണ്. ഒരു അതിന് ഞാനങ്ങനെ എടുത്ത് ഇവരെ ഈ മറ്റേ രക്ഷാപ്രവർത്തകരെ ഈ ഇതിലിങ്ങനെ വലിച്ചു കൊണ്ട് ഇങ്ങനെ വരുന്ന ഒരു സീൻ, വല്ലാത്തൊരു സീനായിരുന്നു ആ സാധനം. അതായത് എടുത്ത് ഞാൻ നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും ഏകദേശം എൻ്റെ അരയ്ക്ക് മേലേക്കിലേക്ക് വെള്ളം വന്നു. അതിന് ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇങ്ങനെ കയറി ചെയ്ത് തന്നു. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്താണെങ്കിൽ അന്ന് മറ്റേ മന്ത്രിയും താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തെ ഒരു സ്ട്രീറ്റിൽ. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു പുള്ളി അവിടെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇനി എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പതുക്കെ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഒച്ച വയ്ക്കാൻ തുടങ്ങി. കാരണം ഞാൻ ഈ വെള്ളത്തിലാണ് നിൽക്കുന്നത്. വെള്ളത്തിനാണെങ്കിൽ ഭയങ്കര അടിയൊഴുക്കുണ്ട്. റോഡാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അടി കൂടെ ഭയങ്കര ഒഴുക്കാണ് വെള്ളത്തിന്. അങ്ങനെ ഞാൻ പതുക്കെ അവിടെ നിന്ന് പോന്നു. അങ്ങനെ വന്ന് ഇതൊക്കെ കഴിഞ്ഞ് രണ്ടാമത് അപ്പോൾ അതിനോട് ചേർന്നിട്ട് കുറച്ചും കൂടി അറ്റത്തായിട്ട് ഭാര്യയുടെ അനിയത്തി താമസിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ എന്തായി അപ്പോൾ അവരൊക്കെ ആദ്യത്തെ ട്രിപ്പിൽ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അവരെ പോയി ഒന്ന് ആ വീടൊന്ന് പോയി നോക്കാം. അപ്പോൾ ഉള്ള കാറ് സാധനങ്ങളും അതൊക്കെ വീടിൻ്റെ പോർട്ടിക്കോയിൽ തന്നെ കിടക്കുന്നുണ്ട്. അതിന് ഞാനവിടെ ചെല്ലുമ്പോൾ കാണുന്ന സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഇറക്കം ഇപ്പം വെള്ളത്തിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ നടന്നിങ്ങനെ പോവാണ്. പക്ഷെ നമ്മൾ ആ സ്പീഡിൽ അറിയുന്നില്ല. നടന്ന് നടന്ന് ഏകദേശം ഞാനിപ്പോൾ ഈ മറ്റേ ക്യാമറ ഇങ്ങനെ മറ്റേ മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അത് ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധം വരുന്നത്. ഞാൻ ഇവരുടെ വീടിൻ്റെ അടുത്ത് നോക്കുമ്പോൾ എൻ്റെ ഏകദേശം ഇത്രത്തോളം വെള്ളം എത്തിയിരിക്കുന്നു. മാത്രമല്ല എനിക്കിങ്ങനെ ഈ റോട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല. കാരണം അടിയിൽ നിന്ന് വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇങ്ങനെ ഇതായിട്ട്. അപ്പോൾ ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഞാൻ കാണുന്ന സീനെന്ന് വെച്ചാൽ ആ വീടിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് കാറിൻ്റെ ടോപ്പ് ഒരു വെള്ള കളർ മാത്രം. ആ കാറിൻ്റെ വെള്ള കളറാണ്, അത് മാത്രം പുറത്തുള്ളൂ. ബാക്കിയെല്ലാം ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വെള്ളം നിറഞ്ഞ് അവിടെയൊക്കെ അങ്ങനെ ഗ്യാസിൻ്റെ കുറ്റിയും സാധനങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ പൊന്തി ഇങ്ങനെ കിടക്കുക. വല്ലാത്തൊരു സീനായിരുന്നു ആ സാധനം. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്. അവിടെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ആൾക്കാരെയൊക്കെ മറ്റേ ഇവര് അവിടുത്തെ ആൾക്കാരെ മാറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. ആ ഭാഗത്ത് ആകെ ഉണ്ടായിരുന്നത് ഞാൻ മാത്രമാണ്. പിന്നെയാണ് എനിക്ക് ഇപ്പോഴും ഭയങ്കര പേടി തോന്നിയത്. കാരണം അവസാനം ആ മതിലിൻ്റെ വീടിൻ്റെ മതിലുമ്മെ പിടിച്ച് 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 കുറച്ചായിട്ട് ഏകദേശം ഒരു അരഭാഗം വരെ വെള്ളം ഉള്ള സ്ഥലത്തേക്ക് കയറി അവിടെ നിന്ന് വരെ ഞാൻ സ്ഥലം വിടുകയും ചെയ്തത്. അത് ഈ ഈ ഇപ്പം നമ്മുടെ പുറത്തെ ഈ അന്തരീക്ഷം വന്നപ്പോൾ ഞാൻ ഇപ്പം ഇങ്ങോട്ട് ഷൂട്ടിങ്ങിന് വേണ്ടി കയറുമ്പോൾ അതിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അത് വല്ലാത്തൊരു സീനായിരുന്നു ആ സാധനം. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. ആ സാധനം ആപ്പ് എന്ന് പറഞ്ഞ ന്യൂസ് ഏജൻസി ഉണ്ട്. അതിലൊക്കെ ഇന്ത്യയിൽ നിന്ന് ഫ്ലഡ് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ചിത്രം ആ മറ്റേ ബിരിയാണി ചെമ്പിൽ ആ ലേഡിയെ വലിച്ച ആൾ കൊണ്ടുവരുന്ന ചിത്രങ്ങളാണ്. അതൊക്കെ ഇപ്പോഴും നെറ്റിൽ കാണാം ആ സാധനം. അത് അപ്പോൾ ഒരേ സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന ഒരേ ഇതുകളിൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഇങ്ങനെ ആലോചിച്ചു എന്ന് മാത്രം. ഈ ഫോട്ടോഗ്രാഫി ജീവിതത്തെ യാത്രയ്ക്കിടയിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അത് മുഴുവൻ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ സമയങ്ങൾ വേണ്ടി വരും. അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച്
ഇത് നമുക്ക് നിർത്താം. പിന്നീടൊരു സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇതിന് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്ന ട്രാവൽ ഹിസ്റ്ററിക്ക് നന്ദി.